വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആരൊക്കെ ഓരോ മുന്നണികളിലും സ്ഥാനാർത്ഥികളാകുമെന്ന കണക്കുകൂട്ടലുകളാണ് ഏവരും നടത്തുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ നിലമ്പൂരിലെ ജനവിധി എല്ലാവർക്കും ഒരേപോലെ നിർണായകമാണ്. മുന്നണികളെക്കാളും പാർട്ടികളെക്കാളും ഒന്നും കൂടി നിലമ്പൂരിലെ പോരാട്ടം അഗ്നിപരീക്ഷയാകുന്നത് PV അൻവറിനാണ്. 2016 നിലമ്പൂർ മണ്ഡലം UDFന് നഷ്ടമായത്. ആര്യാടൻ മുഹമ്മദ് പിന്മാറിയ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും പിതാവിന് നൽകിയ പിന്തുണ വോട്ടർമാർ മകന് നൽകിയില്ല. അന്ന് ആര്യാടനെ പരാജയപ്പെടുത്തിയത് PV അൻവർ ആയിരുന്നു. പിന്നീട് തുടർച്ചയായി 2 തവണ അൻവർ തന്നെ മണ്ഡലത്തിൽ വിജയിക്കുകയായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രിയുമായും CPM-ഉമായും ഇടഞ്ഞ അൻവർ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. മുഖ്യമന്ത്രിയോട് സഭയിലെ മറ്റു CPM MLA-മാർക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള സ്നേഹം സ്വതന്ത്രനായ PV അൻവറിനുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ഒന്നടങ്കം വെറുപ്പ് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ താൻ രാപ്പകലില്ലാതെ ന്യായീകരിക്കുകയും പിന്തുണ അർപ്പിക്കുകയും ചെയ്ത അതേ മുഖ്യമന്ത്രി തന്നെ പ്രതിസന്ധി കാലത്ത് അൻവറിനൊപ്പം നിന്നില്ല. ADGP അജിത് കുമാറിനെതിരെ തെളിവുകളടക്കം പുറത്തുവിട്ട പോരാട്ടത്തിനിറങ്ങിയ അൻവറിനെ മുഖ്യമന്ത്രി കൈവിട്ടത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. തുടർന്നാണ് മുന്നണി വിടുന്നതും പിന്നീട് MLA സ്ഥാനം രാജിവെക്കുന്നതും. പുറത്തുവന്ന UDF-ഉമായി സഹകരിച്ച് മുന്നോട്ട് പോകുവാനാണ് ശ്രമിച്ചതെങ്കിലും കോൺഗ്രസ് നേതൃത്വം അതിനോട് പച്ചക്കൊടി വീശിയില്ല. പോയ കാലത്തിൽ ഒട്ടേറെ നേതാക്കളെ അത്രമേൽ അധിക്ഷേപിച്ച പാരമ്പര്യമുള്ളതുകൊണ്ട് തന്നെ UDF പ്രവേശനം സാധ്യമായില്ല. ഇതോടെ ആദ്യം DMK-യിൽ ചേരുവാൻ ശ്രമിച്ചെങ്കിലും അതും നടക്കാതെ വന്നതോടെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലാണ്. UDF-ന്റെ ഘടകകക്ഷിയായി നിലമ്പൂരിൽ തന്നെ വീണ്ടും മത്സരിക്കുവാനായിരുന്നു അടുത്ത ശ്രമം. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഇടപെട്ടാണ് അത് പൊളിച്ചത്. അതിന്റെ ദേഷ്യം ആര്യാടനോട് ഇപ്പോഴും അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അൻവർ അത്ര കണ്ട് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ സാധ്യതയില്ല. അതേസമയം ആര്യാടൻ മുഹമ്മദ് അടക്കി വാണിരുന്ന നിലമ്പൂരിൽ ഇന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം വലിയ തലവേദനയായിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തും DCC പ്രസിഡന്റ് VS ജോയിയും തമ്മിലാണ് കടുംപിടുത്തം. സംസ്ഥാന കോൺഗ്രസിൽ തലമുറ മാറ്റം വന്നപ്പോഴാണ് ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി VS ജോയിയെ മലപ്പുറം DCC പ്രസിഡന്റ് ആക്കിയത്. രണ്ടുപേരും പഴയ A ഗ്രൂപ്പുകാരായിരുന്നെങ്കിലും ജോയിയെ പുതിയ സമവാക്യത്തിലേക്ക് കൊണ്ടുവരാൻ പാർട്ടിക്ക് കഴിഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന സതീശൻ സുധാകരൻ ടീമിന്റെ ഭാഗമായത് അങ്ങനെയാണ്. ഒരു ക്രിസ്ത്യൻ സമുദായക്കാരൻ നിലമ്പൂരിൽ മത്സരിച്ചാൽ ഗുണം ചെയ്യുമെന്ന PV അൻവറിന്റെ പ്രസ്താവനയും കോൺഗ്രസ് മുഖവിലക്കെടുക്കുന്നുണ്ട്. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി കുപ്പായം തുന്നിവെച്ചിട്ട് നാളേറെയായി. നിലമ്പൂർ തന്റേതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നേതാവ്. മണ്ഡലത്തിൽ ചെറുതല്ലാത്ത സ്വാധീനമുള്ള അൻവർ ടീമിന്റെ വോട്ട് ഷൗക്കത്തിന് കിട്ടില്ലെന്ന ഭയമാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. എന്നാൽ ജോയിയെ ഉറപ്പിച്ചാൽ ഷൗക്കത്ത് ഇടയും. ഈ തവണ അങ്കത്തട്ടിൽ ഇറങ്ങി വിജയിച്ചു വന്നില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവിടെ തീരുമെന്ന് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേസമയം ഏറെക്കുറെ ജോയിയെ തീരുമാനിച്ച മട്ടിലാണ് KPCC നേതൃത്വമുള്ളത്. 46% മുസ്ലിങ്ങളും 43% ഹിന്ദുക്കളും 11% ക്രിസ്ത്യാനികളുമാണ് നിലമ്പൂരിലുള്ളത്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കത്തോലിക്ക സഭയെ തൃപ്തിപ്പെടുത്താമെന്ന വാദം VS ജോയിയെ പിന്തുണയ്ക്കുന്നവർക്കുണ്ട്. VS ജോയിക്ക് വേണ്ടി ഇപ്പോൾ ശക്തമായി വാദിക്കുന്നത് VD സതീശനാണ്. KC വേണുഗോപാലും AP അനിൽകുമാറും തന്ത്രപരമായി മൗനം പാലിക്കുമ്പോഴും സതീശൻ ജോയിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുകയാണ്. മുനമ്പം വിഷയത്തിലകന്ന ക്രിസ്ത്യൻ സമുദായങ്ങളെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കി തൃപ്തിപ്പെടുത്താമെന്നാണ് VD സതീശൻ കരുതുന്നത്.